ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് വാളിക്കോടിനും നെടുമങ്ങാടിനും ഇടയ്ക്കുള്ളൊരു സ്ഥലത്താണ് കേട്ടോ. നമ്മുടെ നഗരസഭയുടെ പാർക്കിൽ ഓപ്പൺ ഓഡിറ്റോറിയം. ഇവിടേക്ക് നമ്മുടെ ക്യാപിറ്റൽ മ്യൂസിക്കൽ ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന സാഹിത്യ സംഗീത സായാഹ്ന മ്യൂസിക്കൽ ഫൗണ്ടേഷൻ്റെ ഒരു ഉദ്ഘാടനവും ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു. ഇത് ജനുവരി 11 തീയതിയാണ് കേട്ടോ നടന്നത്. സ്വരജതി മലയാളം 2025 എന്നുള്ള രീതിയിലാണ്, എന്നുള്ള പേരിലാണ് ഈ പ്രോഗ്രാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ വരുന്ന സമയത്ത് നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു വിശിഷ്ട അതിഥിയുടെ പേരൊന്നും നമ്മൾക്കറിയത്തില്ല. അവിടെ അവർ അങ്ങനെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ എല്ലാം അതിഥികൾ തന്നെയാണ്. ഓരോ ടീച്ചേഴ്സും ഓരോ നമ്മുടെ സ്വരജതി മലയാളം എന്നുള്ളതിൽ മലയാളത്തിൻ്റെ നമ്മുടെ ഭാഷയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഓരോ തലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ, ടീച്ചേഴ്സും അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ അവർ എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്ന മ്യൂസിക്കൽ പ്രോഗ്രാമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ പറയുണ്ടായി, എല്ലാവരും ഇങ്ങനെ മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും നമ്മുടെ ഓരോ തലങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. നല്ല അടിപൊളി പ്രോഗ്രാമാണ്. നമ്മുടെ ഓൾഡ് തലത്തിലുള്ള പാട്ടുകൾ. നമുക്ക് ഈ പാട്ട് മാത്രമായിട്ട് ഇടാൻ കഴിയില്ല, കോപ്പിറൈറ്റ് കാണിക്കുമെന്നുള്ളത് കൊണ്ട് നമുക്ക് ഈ പാട്ട് മാത്രമായിട്ട് ഇടാൻ കഴിയത്തില്ല. എന്നാലും നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മൾ ചെറുതായിട്ട് ഈ പാടുന്ന ഈ മ്യൂസിക് നമ്മളിങ്ങനെ കാണിച്ചു തരുന്നതായിരുന്നു. ഓക്കെ, അതായത് ഒരാൾ പാടിക്കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ മതിയാക്കി അദ്ദേഹം പോവുകയാണ്. കൂടെ ഇപ്പോൾ വരുന്നത് നമ്മുടെ ഒരു അധ്യാപികയാണ്. അധ്യാപിക ഏത് തരത്തിലുള്ളതാണെന്നും ഏത് വിഭാഗമാണെന്നും, മ്യൂസിക്കിലാണോ അല്ലെങ്കിൽ നമ്മുടെ സാധാ ടീച്ചിങ് ആണോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു പ്രോഗ്രാം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ കയറുന്നത്. സ്വരജതി മലയാളം 2025 എന്നുള്ള ബോർഡ് കണ്ടതിന് ശേഷമാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ നമ്മൾ കേൾക്കാമെന്നുള്ളത് കുറച്ച് നേരം കേട്ടിരുന്നപ്പോൾ കൊള്ളാം, നല്ല രസം. കുറേ നേരം നമ്മളൊന്നിരുന്നു. 2 പാട്ട് നമ്മൾ കേട്ടു അല്ലേ വാച്ചി? 2 പാട്ട് കേട്ടു. ഇത് നടക്കുന്നത് ജനുവരി 11 തീയതിയാണെന്ന് പറഞ്ഞിട്ടോ. 11 തീയതി നമ്മുടെ മകളുടെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് നമ്മളൊരു യാത്രയൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് വാളിക്കോട് കഴിഞ്ഞതിന് ശേഷം ഇടത് സൈഡിലായിട്ട് നമ്മുടെ നഗരസഭയുടെ പാർക്കും ഒരു ഓപ്പൺ ഓഡിറ്റോറിയവും ഉണ്ട്. അവിടെ വച്ചാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം നമ്മൾ അങ്ങനെ കാണാനിടയാവുകയും അവിടെ നേരെ നമ്മൾ കുറച്ച് നേരം കയറിയിരിക്കുകയും ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നെങ്കിൽ തന്നെയും പ്രോഗ്രാം നല്ല ഒരു വിജയകരമായൊരു പ്രോഗ്രാം തന്നെയാണ്. കേൾക്കാനൊക്കെ നല്ല ഇമ്പമുള്ള പാട്ടുകളും പിന്നെ അതും നമ്മൾ എവർഗ്രീൻ ഗോൾഡ് സോങ്സ് എന്ന് പറയും. നമ്മുടെ ഇപ്പോഴത്തെ കണക്കുള്ള അടിച്ചുപൊടി പാട്ടുകളൊന്നും അല്ല അവരുടെ പാടിയത്. എന്ന് പറഞ്ഞാൽ അവർ ഓരോ മലയാളികളുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന നല്ല മലയാള തനിമയുള്ള ഗാനങ്ങളാണ് അവർ അവിടെ ആലപിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കേൾക്കുന്ന നമ്മൾ ഒരു കൂട്ടം നല്ല സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവർ നല്ല ലയിച്ച് തന്നെയാണ് അവിടെ ഇരുന്നത്. അവർക്കത് കേൾക്കണം, നമുക്കും കേൾക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മീനുട്ടി ഉറക്കം വരുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മളവിടെ നിന്ന് ഇറങ്ങിയത്. അല്ലെങ്കിൽ നമ്മളും ഇറങ്ങത്തില്ലായിരുന്നു, നമുക്കും ഒന്നും ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മൾ പിന്നെ ഒരുപാട് അപ്പോഴും തന്നെ ഏകദേശം 10 മണി അടുപ്പിച്ചായിരുന്നു. അപ്പോഴത് നമ്മൾ അത്രയും സമയമൊന്നും നമുക്ക് നിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ഇറങ്ങുന്നേ ഉള്ളൂ. എന്താണെങ്കിലും പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു. പ്രോഗ്രാം നമുക്കൊന്നും പറയാനില്ല. പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം തന്നെയാണ്. ഈ ടീച്ചർ പാടുന്നത് തന്നെ നമ്മൾ കുറയുന്നില്ല. ഈ ടീച്ചർ പാടി നമ്മൾ ഏകദേശം കേട്ട് കുറേ നേരം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നിങ്ങളുടെ ഈ പ്രോഗ്രാം കണ്ടില്ലയോ അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും നമ്മൾ കാണിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നത് നമ്മളെന്തായാലും കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഇതിലെ പാട്ട് കേൾപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ പാട്ടും ഇങ്ങനെയുള്ള ഈ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.